യൂദിത്ത് ദ്വിതീയ നിയമഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുന്ന ജൂഡിത്ത് എന്ന പുസ്തകത്തിലെ ഒരു പ്രധാന നായികയാണ്. ജൂഡിത്ത് എന്ന പുസ്തകം പഴയ നിയമത്തിലെ ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണ്. അത് ചരിത്രഗ്രന്ഥങ്ങളോടൊപ്പം ചില ബൈബിൾ പതിപ്പുകളിൽ തോബിത്ത്, മക്കബ്യർ, സിറാഖ് തുടങ്ങിയ ഗ്രന്ഥങ്ങളോടൊപ്പം കാണപ്പെടുന്നു. അസീറിയൻ സൈന്യാധിപനായ ഹോളോഫെർണസ് ഇസ്രായേൽ ദേശത്തെ ആക്രമിച്ച് ബെഥുല്യ എന്ന പട്ടണം വളഞ്ഞു. ജനങ്ങൾ ഭയത്തിലും നിരാശയിലുമായിരുന്നു. അപ്പോൾ ദൈവഭക്തിയുള്ള ധൈര്യശാലിയായ ഒരു വിധവയായ യൂദിത്ത് എന്ന പെൺകുട്ടി മുന്നോട്ട് വന്നു. അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു. പിന്നീട് അവൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങി ശത്രുവിന്റെ പാളയത്തിലേക്ക് പോയി. ഹോളോഫെർണസ് അവളിൽ ആകർഷിതനായി അവളെ വിരുന്നിലേക്ക് ക്ഷണിച്ചു. ആ സൗഹൃദം അവന്റെ അന്ത്യത്തിൽ കലാശിച്ചു. ഇങ്ങനെ യൂദിത്തിന്റെ ധൈര്യവും വിശ്വാസവും മൂലം ഒരു ജനത തന്നെ രക്ഷപ്പെടാനിടയായി. ഇവിടെ ഒരു സ്ത്രീയുടെ നേതൃഗുണമാണ് പ്രകടമായത്. ഇതൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ എന്തും സാധ്യമാകുമെന്നും ഭയത്തെ ജയിക്കുന്ന ധൈര്യം വന്നുചേരുമെന്നുമാണത്. ഈ കഥ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനലിലെ കൂടുതൽ മനോഹരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ മിസ് ആവാതിരിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി. ഈ കഥ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ എഴുതാമോ? നിങ്ങളെല്ലാവരും ഏതേത് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചാനൽ കാണുന്നത് എന്നറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ ഇവിടെ കേൾക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അതെ, ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നാം സമയം പിന്നോട്ട് തിരിക്കുന്നു. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുൻപ്, ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തിൽ അസീറിയൻ സാമ്രാജ്യം ശക്തമായി ഉയർന്നിരുന്ന സമയത്ത് ഇസ്രയേൽ ദേശം വിദേശ സാമ്രാജ്യങ്ങളുടെ ഭീഷണിയിൽ ജീവിച്ചിരുന്ന കാലം, ജനങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടിരുന്ന കാലം. ഭയം, യുദ്ധം, അധിനിവേശം, അത് ഒരു അസ്വസ്ഥമായ യുഗമായിരുന്നു. ആ കാലത്ത് ഇസ്രയേലിന്റെ മലനിരകളുടെ ഇടയിൽ ഒരു ചെറിയ പട്ടണമുണ്ടായിരുന്നു, ബെഥുല്യ. അവിടെ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു യൂദിത്ത്. അവൾ രാജകുമാരിയായിരുന്നില്ല, സൈനിക കുടുംബത്തിൽ ജനിച്ചവളുമല്ല, ഒരു വിശ്വാസ കുടുംബത്തിലെ സാധാരണ കുട്ടി. പക്ഷേ ചരിത്രം അവളെ സാധാരണയായി വിട്ടില്ല. യൂദിത്തിന്റെ ബാല്യം ആഡംബരങ്ങളിലല്ല, പക്ഷേ ദൈവഭക്തിയിലും ശാസ്ത്രവചനങ്ങളിലുമാണ് വളർന്നത്. അവളുടെ പിതാവ് ഇസ്രയേൽ ജനതയുടെ ചരിത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊടുക്കുമായിരുന്നു. മോശെ എങ്ങനെ ചെങ്കടൽ പിരിച്ചു, ദാവീദ് എങ്ങനെ ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ആ കഥകൾ കേൾക്കുമ്പോൾ യൂദിത്തിന്റെ കണ്ണുകളിൽ ഒരു വ്യത്യസ്തമായ പ്രകാശം തെളിയും. അവൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കി, ധൈര്യമെന്നത് വാൾ ഉയർത്തുന്നതല്ല, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ കളികളിൽ മുഴുകുമ്പോൾ യൂദിത്ത് പലപ്പോഴും ദേവാലയത്തിന്റെ ശാന്തമായ കോണിൽ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമായിരുന്നു. അവൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. അവൾ ശ്രദ്ധിച്ചു കേൾക്കും. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവൾ ചിന്തിക്കും. അവൾക്ക് ചോദിക്കാൻ ഭയമില്ലായിരുന്നു. ദൈവം നമ്മെ എങ്ങനെ രക്ഷിക്കും? പരീക്ഷകൾ എന്തുകൊണ്ട് വരുന്നു? ഈ ചോദ്യങ്ങൾ അവളുടെ വയസ്സിന് വലിയവയായിരുന്നു. കാലം കടന്നു. യൂദിത്ത് വളർന്നു. അവളുടെ സൗന്ദര്യം മുഖത്തിന്റെ സൗന്ദര്യം മാത്രമല്ലായിരുന്നു. അവളുടെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. അവളുടെ നിലപാടുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, അവളുടെ ജീവിതം ശാന്തമായ ഗ്രാമജീവിതമായി തുടരില്ലെന്ന്. കാലം മുന്നോട്ടു നീങ്ങി. യൂദിത്തിപ്പോൾ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയല്ല, അവൾ യുവതിയായി വളർന്നു. അവളുടെ സൗന്ദര്യം ഗ്രാമത്തിൽ ശ്രദ്ധേയമായി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവളുടെ വിശ്വാസവും സ്വഭാവവും ജനങ്ങളുടെ ആദരവ് നേടി. അവൾ വിവാഹിതയായി. അവളുടെ ഭർത്താവ് നല്ല മനസ്സുള്ള ഒരാളായിരുന്നു.
ദൈവഭക്തിയുള്ള ഒരു കുടുംബജീവിതം അവർ ആരംഭിച്ചു. ബെത്തുല്യയുടെ മലനിരകളിൽ അവരുടെ വീട് ശാന്തമായിരുന്നു. രാവിലെ പ്രാർത്ഥന, വൈകുന്നേരം നന്ദി പ്രാർത്ഥന. ജീവിതം ഒരു ക്രമത്തിലായിരുന്നു. അത് സന്തോഷത്തിന്റെ വർഷങ്ങളായിരുന്നു. പക്ഷേ ജീവിതം എപ്പോഴും ശാന്തമായ പാതയിൽ നടക്കില്ല. ഒരു ദിവസം അവളുടെ ഭർത്താവിന് ഒരു രോഗം വന്നു. ആദ്യം ചെറിയതായിരുന്നു, പിന്നീടത് ശക്തമായി. യൂദിത്ത് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ അവളുടെ ഭർത്താവ് അവളെ വിട്ടുപോയി. അവൾ വിധവയായി. അവളുടെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത പിറന്നു. ഗ്രാമത്തിലെ ആളുകൾ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ രാത്രികളിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. അവൾക്ക് 2 വഴികളുണ്ടായിരുന്നു: നിരാശയിലേക്ക് വീഴുക, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അവൾ 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. യൂദിത്ത് വീണ്ടും വിവാഹം കഴിച്ചില്ല. അവൾ തന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. അവൾ ലളിതമായി ജീവിച്ചു, ആഡംബരങ്ങൾ ഒഴിവാക്കി. അവളുടെ വീട്ടിന്റെ മുകളിലെ മുറിയിൽ അവൾ പലപ്പോഴും പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമായിരുന്നു. ദുഃഖം അവളെ തകർത്തില്ല, അതവളെ രൂപപ്പെടുത്തി. അവളുടെ ഹൃദയം ഇപ്പോൾ കൂടുതൽ ആഴമുള്ളതായിരുന്നു, കൂടുതൽ സ്ഥിരതയുള്ളതായിരുന്നു. അവൾ തന്നെ അറിയാതെ ദൈവം അവളെ തയ്യാറാക്കുകയായിരുന്നു. ഒരു വ്യക്തിപരമായ നഷ്ടം ഒരു ജനതയുടെ രക്ഷയ്ക്ക് മുന്നൊരുക്കമാകുകയായിരുന്നു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ഇനി വരാനിരിക്കുന്നതെന്തെന്ന്. കാരണം ദൂരെയൊരിടത്ത് ഒരു സൈന്യം ഉയർന്നുകൊണ്ടിരുന്നു. ബെതുല്യയുടെ മലനിരകൾക്കപ്പുറം ലോകം ശാന്തമായിരുന്നില്ല. വടക്കോട്ട് ഒരു മഹാസാമ്രാജ്യം ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു, അസീറിയ. അവരുടെ രാജാവ് സ്വയം ലോകത്തിന്റെ അധിപനായി പ്രഖ്യാപിച്ചു. അവന്റെ സൈന്യം രാജ്യങ്ങളെ കീഴടക്കി മുന്നേറുകയായിരുന്നു. ഗ്രാമങ്ങൾ തകർന്നു വീർന്നു, നഗരങ്ങൾ കീഴടങ്ങി. രാജാക്കന്മാർ തലകുനിച്ചു. അവരുടെ യുദ്ധനാദം ഭൂമിയെ നടുക്കി. ആ സൈന്യത്തിന്റെ മുൻനിരയിൽ ഒരു പേര് ഭയമായി ഉയർന്നു: ഹോളോഫെർണസ്. അവൻ ക്രൂരനായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കില്ല. രാജ്യങ്ങൾ ഓരോന്നായി അവൻ കൈയടക്കി. ഒടുവിൽ അവന്റെ കണ്ണ് തിരിഞ്ഞത് ഇസ്രായേൽ ദേശത്തേക്കായിരുന്നു. അവരുടെ മുന്നേറ്റത്തിന് തടസ്സമായിരുന്നു മലയിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം, ബെതുല്യ. അതൊരു സാധാരണ പട്ടണമല്ലായിരുന്നു. അത് വഴിത്താരയുടെ നിയന്ത്രണ കേന്ദ്രമായിരുന്നു. അത് വീണാൽ മുഴുവൻ പ്രദേശവും തുറന്നുപോകും. ഹോളോഫെർണസ് ഉത്തരവിട്ടു, അത് വളയുക. സൈന്യം മുന്നേറി. ഒരു പ്രഭാതത്തിൽ ബെതുല്യയുടെ കാവൽക്കാർ ദൂരെയായി പൊടിപടലങ്ങൾ കണ്ടു. അത് കാറ്റല്ലായിരുന്നു, അത് സൈന്യമായിരുന്നു. തുറവുകൾ അടച്ചു, വാതിലുകൾ പൂട്ടി. ജനങ്ങൾ ഒത്തുകൂടി. ഭയം വായുവിൽ പടർന്നു. കിണറുകളുടെ വെള്ളം കുറയാൻ തുടങ്ങി. ഭക്ഷണം ചുരുങ്ങി. ദിവസങ്ങൾ കടന്നു. സൈന്യം പുറത്ത് കാത്തിരുന്നു. അവർ നേരിട്ട് ആക്രമിച്ചില്ല, അവർ കാത്തിരുന്നു. ദാഹം അവരെ കീഴടക്കും. ഹോളോഫെർണസ് ചിരിച്ചു. പട്ടണത്തിനകത്ത് നിരാശ വളർന്നു. ജനങ്ങൾ ചോദിച്ചു, ദൈവം നമ്മെ രക്ഷിക്കുമോ, അല്ലെങ്കിൽ നാം കീഴടങ്ങണമോ? മുതിർന്നവർ ആലോചിച്ചു. ചിലർ പറഞ്ഞു, ഇനി 5 ദിവസം കാത്തിരിക്കുക. ദൈവം രക്ഷിച്ചില്ലെങ്കിൽ നാം കീഴടങ്ങാം. അവിടെ ഇതെല്ലാം നോക്കി നിന്നു യൂദിത്ത്. അവളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, പക്ഷേ ഒരുറച്ച തീരുമാനത്തിന്റെ ജ്വാല തെളിഞ്ഞു. ഒരു സ്ത്രീ, ഒരു നഗരം, ഒരു സാമ്രാജ്യം. പട്ടണത്തിന്റെ നടുവിൽ മുതിർന്നവർ കൂടിയിരുന്നു. അവർ പറഞ്ഞു, വെള്ളം തീരുകയാണ്. ജനങ്ങൾ ദാഹത്തിൽ തളർന്നു. കുട്ടികളുടെ കരച്ചിൽ മതിലുകളിൽ മുഴങ്ങി. അവസാനം അവർ സങ്കടത്താൽ ഒരു തീരുമാനമെടുത്തു. നാം 5 ദിവസം കാത്തിരിക്കും. ദൈവം രക്ഷിച്ചില്ലെങ്കിൽ നാം പട്ടണം അവർക്കു കൈമാറും. ആ തീരുമാനത്തിന്റെ വാർത്ത യൂദിത്തിന്റെ ചെവിയിലെത്തി. അവൾ ഉടൻ തന്നെ മുതിർന്നവരെ വിളിച്ചുവരുത്തി. അവളുടെ കണ്ണുകളിൽ സങ്കടമില്ല, പക്ഷേ ഒരു തീപ്പൊരിയുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണോ? അവൾ ചോദിച്ചു. അവളുടെ ശബ്ദം ശാന്തമായിരുന്നു. ദൈവം നമ്മുടെ സമയക്രമത്തിൽ പ്രവർത്തിക്കണമോ, അല്ലെങ്കിൽ നാം അവന്റെ ഇഷ്ടത്തിൽ വിശ്വസിക്കണമോ? മുതിർന്നവർ മിണ്ടാതെ നിന്നു. നാം കീഴടങ്ങാൻ സമയം നിശ്ചയിക്കുന്നത് വിശ്വാസമല്ല, യൂദിത്ത് പറഞ്ഞു. ദൈവം നമ്മെ പരീക്ഷിക്കാം, പക്ഷേ അവൻ നമ്മെ വിട്ടുകളയില്ല.
ആ നിമിഷം ഒരു വിധവ ഒരു പട്ടണത്തിന്റെ ആത്മാവായി മാറി. അവൾ അവരുടെ മുന്നിൽ ഒരു പദ്ധതി വെച്ചു. ഞാൻ പുറത്തേക്ക് പോകും, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ അവരെ ഞെട്ടിച്ചു. ശത്രുവിന്റെ പാളയത്തിലേക്കോ? ഒരാൾ ചോദിച്ചു. അതെ, അവൾ മറുപടി പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ അന്വേഷിക്കരുത്, എനിക്ക് തടസ്സമാകരുത്. ദൈവം എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് നിങ്ങൾ കാണും. മുതിർന്നവർ അവളെ നോക്കി. അവൾ ഒരു സൈനികയല്ല, അവൾക്ക് ആയുധങ്ങളുമുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. അന്നു രാത്രി യൂദിത്ത് തന്റെ മുറിയിലേക്ക് കയറി. അവൾ വാതിലടച്ചു. അവൾ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുഴുകി. ആ രാത്രി ബെഥുല്യ ഉറങ്ങിയില്ല. മതിലുകൾക്കപ്പുറം ശത്രുസൈന്യം തീക്കുഴികൾ കത്തിച്ചു. അവരുടെ നിഴലുകൾ പട്ടണത്തിന്റെ മതിലുകളിൽ നൃത്തമാടി. പക്ഷേ പട്ടണത്തിനകത്ത് ഒരു ചെറിയ മുറിയിൽ മറ്റൊരു യുദ്ധം നടക്കുകയായിരുന്നു. യൂദിത്ത് ഒറ്റയ്ക്കായിരുന്നു. അവൾ ആഡംബര വസ്ത്രങ്ങൾ മാറ്റി സാധാരണ വസ്ത്രം ധരിച്ചു. അവൾ മുട്ടുകുത്തി, കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, നീ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവളുടെ പ്രാർത്ഥന ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നായിരുന്നു. അവൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചില്ല. അവൾ തന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചില്ല. അവൾ തന്റെ ബുദ്ധിയിൽ പോലും ആശ്രയിച്ചില്ല. അവൾ ദൈവത്തിന്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ചു. നിന്റെ നാമം നിന്ദിക്കപ്പെടരുത്, അവൾ അപേക്ഷിച്ചു. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ദൈവത്തെ പരിഹസിക്കരുത്. അവൾ ഉപവസിച്ചു, വെള്ളം പോലും കുടിച്ചില്ല. അവളുടെ ശരീരം ദുർബലമായി, പക്ഷേ അവളുടെ ആത്മാവ് ശക്തമായി. അവൾ പഴയ കഥകൾ ഓർത്തെടുത്തു. മോശെ, ദാവീദ്. ദൈവം എല്ലായ്പ്പോഴും അസാധ്യമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു. ഇതും അതുപോലെയാകട്ടെ, അവൾ പറഞ്ഞു. പുലർച്ചെ വെളിച്ചം മുറിയുടെ ജനാലയിലൂടെ കയറി. യൂദിത്ത് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ ഇനി സംശയമില്ലായിരുന്നു. അവൾ തന്റെ ദാസിയെ വിളിച്ചു. ഒരു പദ്ധതി നിശബ്ദമായി തയ്യാറായി. അവൾ കുളിച്ചു, തൈലം പുരട്ടി, അവളുടെ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു. ഇത് അഭിമാനത്തിനല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിക്കായിരുന്നു. ഒരു വിധവ ഇപ്പോൾ ഒരായുധമായി മാറുകയായിരുന്നു. പക്ഷേ അവളുടെ ആയുധം വാളല്ലായിരുന്നു. അത് വിശ്വാസം, അത് ധൈര്യം, അത് ദൈവത്തിൽ ഉറച്ച വിശ്വാസം. അവൾ തയ്യാറായി. മതിലുകളുടെ വാതിൽ തുറക്കാൻ സമയമെത്തി. പുറത്ത് സാമ്രാജ്യം കാത്തിരിക്കുന്നു. അകത്ത് ഒരു സ്ത്രീയുടെ വിശ്വാസം തെളിഞ്ഞു നിൽക്കുന്നു. പുലർച്ചെ ബെഥുല്യയുടെ മതിലുകൾക്ക് മുകളിൽ മഞ്ഞുപോലെ ഒരു നിശബ്ദത വീണിരുന്നു. കാവൽക്കാർ ഒരസാധാരണ ദൃശ്യം കണ്ടു. യൂദിത്ത് തന്റെ ദാസിയോടൊപ്പം മതിലുകളുടെ വാതിലിനരികിലേക്ക് നടക്കുന്നു. അവളിപ്പോൾ മുമ്പത്തെ ലളിത വസ്ത്രങ്ങളിലുള്ള വിധവയല്ല. അവൾ രാജകീയമായി അലങ്കരിച്ചിരിക്കുന്നു. തൈലം പുരട്ടിയ മുടി, ശോഭയുള്ള വസ്ത്രം, ഗൗരവമുള്ള നടപ്പ്. പക്ഷേ അവളുടെ ഹൃദയം അത് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ നിലയിലാണ്. മുതിർന്നവർ അവസാനമായി ചോദിച്ചു, നിനക്കുറപ്പാണോ? യൂദിത്ത് മറുപടി നൽകി, ഇന്ന് കർത്താവ് നമ്മെ ഓർക്കും. വാതിൽ മന്ദമായി തുറന്നു. അത് തുറന്ന നിമിഷം പട്ടണത്തിന്റെ ശ്വാസം നിശ്ചലമായി. യൂദിത്ത് പുറത്തേക്ക് നടന്നു. മതിലുകൾ അടഞ്ഞു. ഇനി അവൾ ഒറ്റയ്ക്കാണ്. അവൾ ശത്രുവിന്റെ ഭൂപ്രദേശത്താണ്. അസീരിയൻ കാവൽക്കാർ അവളെ കണ്ടു. അവരമ്പരന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ ധൈര്യമായി നടക്കുന്നു. അവരെ കണ്ട് യൂദിത്ത് ഭയപ്പെട്ടില്ല. അവൾ ശാന്തമായി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൈന്യാധിപനായ ഹോളോഫർനസിനെ കാണണം. അവളുടെ ആത്മവിശ്വാസം അവരെ ആശയക്കുഴപ്പത്തിലാക്കി. അവരവളെ തടഞ്ഞില്ല, അവളെ മുന്നോട്ടു കൊണ്ടുപോയി. പാളയം വിപുലമായിരുന്നു. കുതിരകളുടെ ശബ്ദം, വാളുകളുടെ മിന്നൽ, യുദ്ധക്കുടികളുടെ പാറൽ. അവിടെ ഒരാഡംബര കൂടാരം. അതാണ് ഹോളോഫർനസിന്റെ കൂടാരം. അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഒരു ശക്തനായ യുദ്ധനായകൻ തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. അവൻ തലയുയർത്തി നോക്കി. അവന്റെ കണ്ണുകൾ യൂദിത്തിൽ നിശ്ചലമായി. ആ നിമിഷം ഒരു യുദ്ധം ആരംഭിച്ചു. പക്ഷേ അത് വാളുകളുടെ യുദ്ധമല്ല, അത് ബുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും
ധൈര്യത്തിൻ്റെയും യുദ്ധം. ഹോളോഫർനസ് ചോദിച്ചു, നീ ആരാണ്? യൂദിത്ത് തലകുനിച്ചു, ഞാൻ ഇസ്രായേലിൽ നിന്നുള്ളവൾ. അവൾ പറഞ്ഞു. യൂദിത്ത് തലകുനിച്ചു നിന്നു. പക്ഷേ അവളുടെ ശബ്ദം ദൃഢമായിരുന്നു. ഞാൻ എൻ്റെ ജനത്തിൽ നിന്നാണ് വന്നത്. അവർ ഉടൻ തെറ്റു ചെയ്യാൻ പോകുന്നു. ഹോളോഫർനസ് ശ്രദ്ധിച്ചു. എന്തു തെറ്റ്? അവർ വിശ്വാസം നഷ്ടപ്പെടുത്തും. അവർ അവരുടെ ദൈവത്തെ മറക്കും. അപ്പോൾ അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്കെളുപ്പമാകും. അവൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ഒരു നൂലിഴയിൽ നടക്കുന്നതുപോലെ. അവൾ നേരിട്ട് കള്ളം പറഞ്ഞില്ല. പക്ഷേ അവൾ അവൻ്റെ അഭിമാനം തൊട്ടു. നമ്മുടെ ദൈവം പാപത്തെ സഹിക്കില്ല, അവൾ പറഞ്ഞു. എപ്പോൾ അവർ തെറ്റും, അപ്പോൾ നിങ്ങൾ ജയിക്കും. ഹോളോഫർനസ് ചിരിച്ചു. നീ ബുദ്ധിയുള്ളവളാണ്, അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ഇനി സംശയം കുറവായിരുന്നു, ആകർഷണം കൂടുതലായിരുന്നു. നിനക്കെൻ്റെ കൂടാരത്തിൽ താമസിക്കാം, അവൻ നിർദ്ദേശിച്ചു. എനിക്ക് വിവരങ്ങൾ നൽകുക. യൂദിത്ത് ശാന്തമായി മറുപടി നൽകി. ഞാൻ നിങ്ങളുടെ ഇഷ്ടമനുസരിക്കും. പക്ഷേ എനിക്ക് ഓരോ രാത്രിയും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പുറത്തേക്ക് പോകണം. ഹോളോഫർനസ് സമ്മതിച്ചു. അവൻ കരുതിയത് ഇതൊരു സ്ത്രീയുടെ കീഴടങ്ങലാണ്. പക്ഷേ അവൾ കീഴടങ്ങിയില്ല. അവൾ കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു. പാളയത്തിൽ യൂദിത്തിൻ്റെ സൗന്ദര്യം സംഭാഷണ വിഷയമായി. സൈനികർ അവളെ ആദരിച്ചു. അവൾ ശാന്തയായി. അവൾ നിരീക്ഷിച്ചു. അവൾ പാളയത്തിൻ്റെ ക്രമം പഠിച്ചു. കാവൽ മാറുന്ന സമയം, കൂടാരങ്ങളുടെ സ്ഥാനം, ഹോളോഫർനസിൻ്റെ ശീലങ്ങൾ. അവൾക്കറിയാം, ശരിയായ നിമിഷം ഇനിയും വന്നിട്ടില്ല. ഒരു ദിവസം ഹോളോഫർനസ് ഒരു വിരുന്നൊരുക്കി. ഇന്ന് നീ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം, അവൻ പറഞ്ഞു. ആ രാത്രി അസീരിയൻ പാളയം ഉത്സവഭാവത്തിലായിരുന്നു. മദ്യകുപ്പികൾ തുറന്നു. ചിരിയും സംഗീതവും കൂടാരങ്ങൾക്കിടയിൽ മുഴങ്ങി. ഹോളോഫർനസ് സ്വന്തം വിജയങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അവൻ ഉത്തരവിട്ടു, യൂദിത്തിനെ കൊണ്ടുവരൂ. യൂദിത്ത് അകത്തേക്ക് നടന്നു. അവൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പക്ഷേ അവളുടെ ഹൃദയം ഇന്നും പ്രാർത്ഥനയിൽ നിശ്ചലമാണ്. വിരുന്ന് തുടങ്ങി. ഹോളോഫർനസ് അവളെ നോക്കി മതിച്ചു. അവൻ ഇത്രയും മദ്യം ഒരിക്കലും കുടിച്ചിട്ടില്ലായിരുന്നു. അവൻ കരുതിയത് ഇന്ന് അവൻ ജയിക്കും. പക്ഷേ ഇന്ന് അവൻ്റെ അവസാന രാത്രിയാണ്. വിരുന്ന് നീണ്ടു. ഒന്നൊന്നായി സൈനികർ പുറത്തേക്ക് പോയി. കൂടാരത്തിനകത്ത് ഹോളോഫർനസ് അവളോടൊപ്പം മാത്രം. അവൻ മദ്യം കുടിച്ച് ബോധം നഷ്ടപ്പെടുന്ന നിലയിൽ. അവൻ കിടക്കയിൽ വീണു. കൂടാരത്തിനകത്ത് നിശ്ശബ്ദത. ആ നിമിഷം യൂദിത്തിൻ്റെ ഹൃദയം ഒരിക്കൽ ശക്തമായി മിടിച്ചു. ഇത് അപകടകരമാണ്. ഇത് തിരിച്ചുവരാനാകാത്ത വഴി. അവൾ ശാന്തമായി കിടക്കയരികിലേക്ക് നടന്നു. അവളൊരു പ്രാർത്ഥന ചൊല്ലി. കർത്താവേ, ഇപ്പോൾ എന്നെ ശക്തിപ്പെടുത്തേണമേ. അവൾ വാളെടുത്തു. അത് ഭാരമുള്ളതായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് ഇനി ഭാരമില്ലായിരുന്നു. ഒരു പ്രഹരം. ഇനി ഒരിക്കൽ കൂടി. നിശ്ശബ്ദത. ഹോളോഫർനസ് ഇനി ജീവിച്ചില്ല. ഒരു സ്ത്രീ ഒരു സാമ്രാജ്യത്തിൻ്റെ അഭിമാനം ഒരൊറ്റ രാത്രിയിൽ തകർത്തു. യൂദിത്ത് അവൻ്റെ തലയെടുത്തു. തൻ്റെ ദാസിയുടെ ചാക്കിൽ വെച്ചു. പിന്നീട് അവൾ ശാന്തമായി കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പാളയത്തിലെ കാവൽക്കാർ അവളെ കണ്ടു. അവർ കരുതി അവൾ പതിവുപോലെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പക്ഷേ ഇന്ന് അവൾ ചരിത്രവുമായി നടക്കുകയാണ്. അവൾ മതിലുകളുടെ ദിശയിലേക്ക് നടന്നു. രാത്രി ഇനിയും പൂർണ്ണമായി മാറിയിട്ടില്ല. ആകാശത്ത് ഇളം വെളിച്ചത്തിൻ്റെ രേഖ മാത്രം. ബെത്തുല്യയുടെ മതിലുകൾക്കരികിൽ 2 നിഴലുകൾ. യൂദിത്ത്, അവളുടെ ദാസി. മതിലുകളിൽ കാവൽക്കാരൻ അവളെ തിരിച്ചറിഞ്ഞു. വാതിൽ തുറക്കൂ, അവൾ ശാന്തമായി പറഞ്ഞു. വാതിൽ തുറന്നു. അവൾ അകത്തേക്ക് നടന്നു. മുതിർന്നവരും ജനങ്ങളും അവളുടെ ചുറ്റും കൂടി. അവളുടെ മുഖം ശാന്തം. അവളുടെ കണ്ണുകൾ ഉറച്ചത്. അവൾ ദാസിയോട് പറഞ്ഞു, ചാക്ക് തുറക്കൂ. അവിടെ ഹോളോഫെർനേസിന്റെ തല. ജനങ്ങൾക്ക് ഒരു നിമിഷം വിശ്വസിക്കാനായില്ല. ശത്രുവിന്റെ ഭയം അവരുടെ കൈകളിൽ കിടക്കുന്നു.
ഒരു നിശബ്ദത. പിന്നീട് ഒരു ഉച്ചത്തിലുള്ള ആർത്തനാദം, ആനന്ദത്തിന്റെ നിലവിളി. യൂദിത്ത് കൈയുയർത്തി പറഞ്ഞു, ദൈവം നമ്മെ രക്ഷിച്ചു. അവൻ നമ്മുടെ ശത്രുവിനെ സ്ത്രീയുടെ കൈകൊണ്ട് തോൽപ്പിച്ചു. അവൾ നിർദ്ദേശിച്ചു, ഇപ്പോൾ തന്നെ തയ്യാറാവൂ, വാതിലുകൾ തുറക്കൂ, ആക്രമിക്കൂ. പുലർച്ചെ വെളിച്ചം മലനിരകളിൽ വീണപ്പോൾ ബെതുല്ലയുടെ പുരുഷന്മാർ ആയുധങ്ങളെടുത്തു. അവർ ശത്രുപാളയത്തിലേക്ക് ഓടി. അസീറിയൻ സൈന്യം ഇനിയും ഉറക്കത്തിലായിരുന്നു. പിന്നീട് അവർ അവരുടെ സൈന്യാധിപനെ കാണാൻ കൂടാരത്തിലേക്ക് പാഞ്ഞു. കൂടാരം തുറന്നു. അവരുടെ നേതാവ് ഇല്ല. അവന്റെ ശരീരം തലയില്ലാതെ. പാളയത്തിൽ ഭയം പടർന്നു. സൈന്യത്തിന് സംഘടന നഷ്ടപ്പെട്ടു. അവർ ഓടി. അങ്ങനെ ബെതുല്യ രക്ഷപ്പെട്ടു. ഒരു പട്ടണം, ഒരു ജനത, ഒരു സ്ത്രീയുടെ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇത് യുദ്ധത്തിന്റെ വിജയം മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ വിജയം കൂടിയായിരുന്നു. പുലർച്ചെ സൂര്യൻ മലനിരകളിൽ മുഴുവൻ തെളിഞ്ഞപ്പോൾ ബെതൂലിയുടെ പട്ടണം ആനന്ദത്തിൽ നിറഞ്ഞിരുന്നു. ജനങ്ങൾ ഓടിവന്നു. സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് യൂദിത്തിനെ ചേർത്തുപിടിച്ചു. പുരുഷന്മാർ അവളെ ആദരിച്ചു. പക്ഷേ യൂദിത്ത് തന്റെ കൈ ഉയർത്തി അവരെ നിശബ്ദരാക്കി. എന്നെ സ്തുതിക്കരുത്, അവൾ പറഞ്ഞു. ഇതെന്റെ വിജയമല്ല, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. അവൾ ഒരു ഗാനം പാടി, വിജയത്തിന്റെ ഗാനം, നന്ദിയുടെ ഗാനം. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവൻ അഭിമാനികളെ താഴ്ത്തുന്നു, അവൻ ബലഹീനരെ ഉയർത്തുന്നു. ജനങ്ങൾ അവളോടൊപ്പം ചേർന്നു. പട്ടണം മുഴുവനും ഒരു ആരാധനാലയമായി മാറി. അവൾ ഓർമ്മിപ്പിച്ചു, നമ്മുടെ ശക്തി വാളിലല്ല, നമ്മുടെ രക്ഷ സൈന്യത്തിലല്ല, നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. അവളുടെ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൾ ഒരു നായികയായി മാറിയിരുന്നു. പക്ഷേ അവൾ സ്വയം ഉയർത്തിയില്ല, അവൾ ദൈവത്തെ ഉയർത്തി. അന്നുമുതൽ ഇസ്രായേലിൽ അവളുടെ പേര് ധൈര്യത്തിന്റെ പ്രതീകമായി. ഒരു വിധവ ഒരു യുദ്ധത്തെ മാറ്റി, ഒരു സ്ത്രീ ഒരു സാമ്രാജ്യത്തെ നടുക്കി. പക്ഷേ അവളുടെ ഏറ്റവും വലിയ വിജയം അവളുടെ വിശ്വാസമായിരുന്നു. ബെതുല്യയിലെ ആ ദിനങ്ങൾ ചരിത്രമായി മാറി. പക്ഷേ യൂദിത്ത് അധികാരം തേടിയില്ല, രാജ്ഞിയായി മാറാൻ ശ്രമിച്ചില്ല, സൈന്യത്തെ നയിക്കാൻ മുന്നോട്ടു വന്നില്ല. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അവൾ വീണ്ടും ലളിതമായ വസ്ത്രം ധരിച്ചു, ആഡംബരം മാറ്റിവെച്ചു. ജനങ്ങൾ അവളെ ആദരിച്ചു. അവളുടെ വാക്കുകൾ കേൾക്കാൻ ദൂരെയിരുന്നും ആളുകൾ വന്നു. പക്ഷെ അവൾ എപ്പോഴും ഒരേ കാര്യം ഓർമ്മിപ്പിച്ചു, ഞാനൊന്നുമല്ല, എല്ലാം ദൈവമാണ്. വർഷങ്ങൾ കടന്നു. യൂദിത്ത് വീണ്ടും വിവാഹം കഴിച്ചില്ല. അവൾ തന്റെ ജീവിതം ദൈവസേവനത്തിനായി സമർപ്പിച്ചു. അവളുടെ വീട്ടിൽ പ്രാർത്ഥന തുടർന്നു, ഉപവാസം തുടർന്നു, ദരിദ്രർക്കുള്ള സഹായം തുടർന്നു. ജനങ്ങൾ അവളെ ഒരു ജീവിക്കുന്ന സാക്ഷിയായി കണ്ടു. കുട്ടികൾ അവളുടെ കഥ കേട്ട് വളർന്നു. ഒരു സ്ത്രീ സാമ്രാജ്യത്തെ തോൽപ്പിച്ചു, അവർ പറയുമായിരുന്നു. പക്ഷെ യൂദിത്ത് ഒരിക്കലും അഭിമാനിച്ചില്ല. അവൾ ശാന്തമായി ജീവിച്ചു, ദീർഘായുസ്സോടെ ജീവിച്ചു. അവളുടെ മരണം വന്നപ്പോൾ ഇസ്രായേൽ മുഴുവൻ അവളെ ആദരിച്ചു. അവളുടെ ജീവിതകാലത്ത് രാജ്യം സമാധാനത്തിലായിരുന്നു. അവളുടെ വിശ്വാസം ഒരു തലമുറയെ രക്ഷിച്ചു. പക്ഷെ അവളുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. യൂദിത്തിന്റെ കഥ വാൾ പിടിച്ച ഒരു യോദ്ധാവിന്റെ കഥയല്ല, അത് ഒരു സാധാരണ സ്ത്രീയുടെ കഥയാണ്. ഒരു വിധവയുടെ കഥ, ഒരു വിശ്വാസിയുടെ കഥ. ഒരു പട്ടണം ദാഹത്തിൽ തളർന്നിരുന്നു. ഒരു ജനത നിരാശയിൽ മുങ്ങിയിരുന്നു. മുതിർന്നവർ പോലും സമയപരിധി വച്ച് ദൈവത്തെ പരീക്ഷിച്ചു. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റു. അവൾക്ക് സൈന്യമില്ല, അവൾക്ക് അധികാരമില്ല, അവൾക്ക് ആയുധമില്ല. പക്ഷേ അവൾക്കുണ്ടായിരുന്നു അചഞ്ചലമായ വിശ്വാസം. യൂദിത്ത് നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? വിശ്വാസം ഭയത്തേക്കാൾ ശക്തമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയം സാമ്രാജ്യങ്ങളെപ്പോലും നടുക്കാം. ദുഃഖം നമ്മെ തകർക്കാനല്ല, നമ്മെ രൂപപ്പെടുത്താനാണ് വരുന്നത്. അവൾ ആദ്യം തൻ്റെ ഉള്ളിലെ ഭയത്തെ ജയിച്ചു. അതിനുശേഷം മാത്രമാണ് അവൾ പുറത്തുള്ള ശത്രുവിനെ ജയിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അസീറിയൻ സൈന്യങ്ങളുണ്ടാകും. പ്രശ്നങ്ങൾ, ഭയങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. ചോദ്യമിതാണ്, നാം കീഴടങ്ങുമോ, അല്ലെങ്കിൽ യൂദിത്തിനെപ്പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമോ? ഒരു രാത്രി ഒരു സ്ത്രീ
ചരിത്രം മാറ്റി. ഇന്ന് ഒരു വിശ്വാസി സ്വന്തം ജീവിതം മാറ്റാൻ. യൂദിത്തിന്റെ കഥ ഒരു പഴയ ചരിത്രമല്ല, അത് ഇന്നും ജീവിക്കുന്ന ഒരു സന്ദേശമാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഭയം തോൽക്കും. ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ വന്ന ഉടൻ അറിയാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. ഇനിയും കൂടുതൽ സ്നേഹവും സന്ദേശവും നിറഞ്ഞ കഥകളുമായി വളരെ പെട്ടെന്ന് വീണ്ടും കാണാം. അപ്പോൾ വരെ എല്ലാവർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.